ഹായ് സുഹൃത്തുക്കളെ, കിക്ക് ഓഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൽക്കാലം പ്രീമിയർ ലീഗിന് ഒരു ബ്രേക്ക് ഇട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് FA കപ്പിൽ ചെൽസിയും റെക്സാമും തമ്മിൽ നടന്ന മത്സരത്തെ കുറിച്ചാണ്. FA കപ്പിന്റെ 5ാം റൗണ്ട് മത്സരത്തിൽ ചാമ്പ്യൻഷിപ്പ് ടീമായ റെക്സാമിനെ ചെൽസി 4-2 തോൽപ്പിച്ചു. കളിയുടെ സ്കോർ കാർഡ് കാണുമ്പോൾ നമുക്ക് തോന്നും 4-2 ഇത് ചെൽസി ഈസിയായി ജയിച്ചതല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. ചെൽസിയെ ശരിക്കും വെള്ളം കുടിപ്പിച്ചിട്ടാണ് 90 മിനിറ്റും കഴിഞ്ഞ് അത് കഴിഞ്ഞൊരു 30 മിനിറ്റ് എക്സ്ട്രാ ടൈമും കളിച്ച് ചെൽസിയെ ശരിക്കും വെള്ളം കുടിപ്പിച്ചിട്ടാണ് റെക്സാം പൊരുതി തോറ്റത്. കഴിഞ്ഞ പ്രീമിയർ ലീഗ് മത്സരത്തിൽ ആസ്റ്റൺ വില്ലക്കെതിരെ ഇറങ്ങിയ ചെൽസി ടീമിൽ നിന്നും 9 മാറ്റങ്ങളുമായാണ് ചെൽസി റെക്സാമിനെതിരെ ഇറങ്ങിയത്. ഈ 9 മാറ്റങ്ങളിൽ പ്രധാന താരങ്ങളായ കോൾ പാൾമർ, മൊയ്സേസ് കസൈഡോ, എൻസോ ഫെർണാണ്ടസ്, റോബർട്ട് സാഞ്ചസ് തുടങ്ങിയ പ്രധാന പ്ലേയേഴ്സിനെ മാറ്റി നിർത്തിയാണ് ചെൽസി റെക്സാമിനെതിരെ ഇറങ്ങിയത്. റെക്സാം താരതമ്യേന ഒരു ദുർബല ടീമാണ്, ചാമ്പ്യൻഷിപ്പിലുള്ള ടീമാണ് എന്നതുകൊണ്ടാണ്. പിന്നെ FA കപ്പ് മത്സരങ്ങളിൽ പൊതുവെ എല്ലാ മാനേജേഴ്സും ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ചാമ്പ്യൻസ് ലീഗിൽ വരുന്ന ചൊവ്വാഴ്ച ചാമ്പ്യൻസ് ലീഗിൽ PSG-ക്കെതിരെ നിർണായക മത്സരം, നോക്കൌട്ട് സ്റ്റേജ് മത്സരങ്ങൾ ഉള്ളത് കൊണ്ട് പ്രധാന താരങ്ങൾക്ക് വിശ്രമം നൽകി ചെൽസി താരതമ്യേന ദുർബലരായ റെക്സാമിനെതിരെ ഒരു പരീക്ഷണ 11 ഇറക്കിയതായിരിക്കാം. എന്നാൽ ഈ ഒരു മാറ്റത്തില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റം വന്നത് ഗോളിയെ കുറിച്ചാണ്. ചെൽസിയുടെ ഗോൾ കീപ്പർ റോബർട്ട് സാഞ്ചസ് ആസ്റ്റൺ വില്ലക്കെതിരെ ഇത്രയും കാലം ഈ സീസണിൽ ഇത്രയും മത്സരങ്ങളിൽ ചെൽസിയുടെ 1-ാം നമ്പർ ഗോൾ കീപ്പർ റോബർട്ട് സാഞ്ചസ് ആയിരുന്നു. ആസ്റ്റൺ വില്ലക്കെതിരെ യോഗൻസൺ ആണ് ഗോൾ കീപ്പറായി 1-ാം നമ്പർ ഗോൾ കീപ്പറായി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതൊരു താൽക്കാലികമായുള്ള ഒരു പരീക്ഷണം മാത്രമായിരുന്നു എന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷെ റെക്സാമിനെതിരെ വീണ്ടും റോബർട്ട് സാഞ്ചസ് വന്നതോടെ ഇനിയുള്ള പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ചെൽസിക്ക് വേണ്ടിയിട്ട് യോഗൻസൺ തന്നെ ഇറങ്ങും എന്നാണ് തോന്നുന്നത്. കാരണം കപ്പ് ഗെയിംസിലും കരാബോ കപ്പ് ഗെയിംസിലും ഒക്കെ FA കപ്പ് ഗെയിംസിലൊക്കെ ഒരുവിധം സെക്കൻഡ് നമ്പർ ഗോൾ കീപ്പർക്കാണ് സാധാരണ എല്ലാ ടീമുകളും ചാൻസ് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് ഈ ഒരു റോബർട്ട് സാഞ്ചസ് പലപ്പോഴായിട്ട് ചെൽസിക്ക് പല സില്ലി മിസ്റ്റേക്കുകൾ വരുത്തി ചെൽസിക്ക് പണി തന്നിട്ടുള്ള ഒരു ഗോൾ കീപ്പറാണ് എന്നാണ് പൊതുവെയുള്ള ഒരു ചെൽസിയുടെ റോബർട്ട് സാഞ്ചസിന്റെ സേവ് പെർസെന്റേജും ഷോട്ട് സേവിങ് പെർസെന്റേജും ഒക്കെ വളരെ ഹൈ ആണ്. അതൊക്കെ അറിയാമെങ്കിലും ചില സമയത്ത് പുള്ളി നല്ല പണി തന്നിട്ടുള്ളതാണ് ചെൽസിക്ക്. എന്തുകൊണ്ടാണ് എന്നറിയില്ല. ഏതായാലും യോഗൻസൺ അപ്രതീക്ഷിതമായി ടീമിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മത്സരങ്ങളിൽ ആസ്റ്റൺ വില്ലക്കെതിരെ വന്ന് ഇനി PSG-ക്കെതിരെ ആരായിരിക്കും ഇറങ്ങുക എന്നുള്ളത് ഒന്നും കൂടെ അറിഞ്ഞാലേ നമുക്ക് ഇതിലൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ കളി തുടങ്ങി. റെക്സാമിനെതിരെ ചാമ്പ്യൻഷിപ്പിൽ 6ാം സ്ഥാനത്തുള്ള ടീമാണ് റെക്സാം. കളിയുടെ ആദ്യ 10-20 മിനിറ്റ് കളി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് തോന്നിപ്പോവും ചാമ്പ്യൻഷിപ്പ് ടീം ഇതിൽ ഏതാണെന്ന്. ചെൽസി ആണോ അതോ റെക്സാം ആണോ ഇതിൽ ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രയും ചെൽസി ഔട്ട് ക്ലാസ് ചെയ്തുകൊണ്ടാണ് റെക്സാമിന്റെ കളി തുടങ്ങിയത്. അങ്ങനെ റെക്സാം നന്നായിട്ട് അധ്വാനിച്ച് കളിച്ച്, നല്ല ഫൈറ്റ് ചെയ്ത് കളിച്ച് റെക്സാമിന്റെ അധ്വാനത്തിന് 18ാം മിനിറ്റിൽ ഫലം വന്നു. ചെൽസി ഡിഫൻസിന്റെ പിഴവ് മുതലെടുത്ത് സാം സ്മിത്ത് ആണ് റെക്സാമിന് ലീഡ് നൽകിയത്. അപ്പൊ ചെൽസിയുടെ ഹൈലൈൻ ഗെയിം ഇട്ടിട്ട് ചെൽസി ഒരു ഓഫ് സൈഡ് ട്രാപ്പ് ഇട്ടതായിരുന്നു. പക്ഷെ അത് കൃത്യമായി പൊളിച്ചിട്ടാണ് സാം സ്മിത്തിന്റെ ഗോള്. പുള്ളി കൂടുതലൊന്നും ഇത് ചെയ്യാൻ പറ്റുന്നില്ല. ടോസിനെയും ബാറ്റിയഷീലിനെയും മറികടന്ന് മുന്നോട്ട് പോയി അധികം റിസ്ക് എടുക്കാൻ പുള്ളി നിന്നില്ല. കിട്ടിയ ഷോട്ടിൽ തന്നെ പുള്ളി എന്ത് ചെയ്ത് ഗോൾ സ്കോർ ചെയ്ത്. അപ്പം ഒരു ഗോളിന് പിന്നിലായി പോയി ചാമ്പ്യൻഷിപ്പ് ടീമായ ഒരു താരതമ്യേന ദുർബലമായ ടീമിനോട് പിന്നിലായി പോയതോടെ ചെൽസി കുറച്ച് ഉണർന്ന് കളിക്കാൻ തുടങ്ങി. അപ്പൊ ചെൽസിന്റെ ടീമിൽ എടുത്തു പറയേണ്ട പ്രകടനം ഗർനാച്ചോയുടെ ആയിരുന്നു. ഇടത് വിങ്ങില് ഗർനാച്ചോ ശരിക്കും റെക്സാമിന്റെ ഡിഫൻഡേഴ്സിന് നല്ല തലവേദന ഉണ്ടാക്കി. അപ്പൊ ഗർനാച്ചോ ലെഫ്റ്റ് വിങ്ങില് റെക്സാമിന്റെ ഡിഫൻഡേഴ്സിന് നല്ല പ്രശ്നം ഉണ്ടാക്കി. നല്ല അടിപൊളി കളി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് ഗർനാച്ചോ എടുത്തൊരു ഷോട്ട് ഗോളിയെ മറികടന്ന് പോസ്റ്റിലേക്ക് പോയത് റെക്സാമിന്റെ ഡിഫൻഡർ ക്ലിയർ ചെയ്തതാണ്. വീട് കിടക്കുന്ന ഗോളിയുടെ പുറത്ത് തട്ടി
ഗോൾ പോസ്റ്റിലേക്ക് കയറി. ഒക്കോങ്കോയുടെ പുറത്ത് തട്ടി പന്ത് വലയിൽ കയറിയതോടെ ഒരു ഓൺ ഗോളിലാണ് ചെൽസി റെക്സാമിനെതിരെ സമനില പിടിക്കുന്നത്. രണ്ടാം പകുതിയിലും റെക്സാം നന്നായിട്ട് കളിച്ച് തുടങ്ങി. ജോഷ് വിൻഡാസിന്റെ ഷോട്ട് നല്ലൊരു ഷോട്ടായിരുന്നു. കല്ലണ്ടോയിൽ അതിമനോഹരമായി വലയിലേക്ക് തിരിച്ചുവിട്ടതോടെ റെക്സാം വീണ്ടും മുന്നിലെത്തി. പക്ഷെ ആ ആവേശം ഒരു 4 മിനിറ്റ് മാത്രമേ എന്തുണ്ടെന്നുള്ളൂ. ചെൽസി ഡിഫൻഡറായ ജോഷ് അച്ചംബങ് നേടിയ ഗോളിലൂടെ ചെൽസി വീണ്ടും മത്സരത്തിലേക്ക് തിരിച്ചു വന്നു. മത്സരത്തിന്റെ വഴിത്തിരിവായി വന്നത് 93-ാം മിനിറ്റിൽ റെക്സാം താരം ജോർജ് ഡോബ്സന്റെ ഒരു റെഡ് കാർഡാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഗർണാച്ചോ ഈ മത്സരത്തിൽ നന്നായിട്ട് കളിച്ച നല്ല വെൽ പെർഫോംഡ് ആയിട്ടുള്ള ആളാണ് ഗർണാച്ചോ ആയിരുന്നു ചെൽസിയുടെ തുറുപ്പിച്ചിട്ട്. ഇടതുവെങ്കിൽ ഗർണാച്ചോയുടെ ഒരു മുന്നേറ്റം തടയാനുള്ള ഈ ജോർജ് ഡോബ്സന്റെ ഒരു ശ്രമമാണ് വാറ് ഗർണാച്ചോക്കെതിരെ നടത്തിയ ഒരു ഗുരുതരമായ ഫൗള് റഫറി ആദ്യം യെല്ലോ കാർഡായിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ ചെൽസി പ്ലെയേഴ്സിന്റെ അപ്പീല് പരിഗണിച്ച് റഫറി വാറ് ചെക്ക് ചെയ്തപ്പം അതൊരു ഗുരുതരമായ ഫൗള് എന്ന് കണ്ട് ആ ഫസ്റ്റ് യെല്ലോ കാർഡ് അങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് ഡയറക്റ്റ് റെഡ് കൊടുക്കുക ചെയ്തത്. അതോടെ ഒരാളായിട്ട് കുറഞ്ഞതോടെ ചെൽസി കുറച്ചുകൂടെ എക്സാമിന്റെ പ്രകടനത്തിന് മേൽക്കൈ നേടി. അങ്ങനെ എക്സ്ട്രാ ടൈമിൽ ഗർണാച്ചോ തന്നെ മറ്റൊരു ഗോളും കൂടെ നേടി ചെൽസിയെ മുന്നിലെത്തിച്ചു. അവസാന നിമിഷം റെക്സാമിന്റെ ലൂയിസ് ബ്രണ്ട് ഗോൾ നേടിയെങ്കിലും അത് ഓഫ് സൈഡ് ആണെന്ന് വാർ കണ്ടെത്തിയതോടെ ആ ഗോൾ ക്യാൻസലായി. അങ്ങനെ മത്സരത്തിന്റെ അവസാന നിമിഷം കളി തീരാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രമുള്ളപ്പോഴാണ് ചെൽസിയുടെ സൂപ്പർ ഹീറോ, ഈ സീസണിൽ ചെൽസിയിൽ എത്തിയ ഇത്രയും കാലം ചെൽസിയുടെ ടോപ്പ് സ്കോർ എന്ന് തന്നെ പറയാവുന്ന ജാവോ പെഡ്രോ ചെൽസിയുടെ 4ാം ഗോൾ നേടി ചെൽസിക്ക് വിജയം ഉറപ്പിച്ചത്. സ്കോർ ബോർഡിലെ വിജയം മാത്രമല്ല, കളിക്കളത്തിലെ കണക്കുകളിലും ചെൽസിക്ക് തന്നെയായിരുന്നു മുൻതൂക്കം. എന്നാൽ റെക്സാം നൽകിയ പോരാട്ടം അവിശ്വസനീയമായിരുന്നു. എന്നാൽ റെക്സാമും നല്ല രീതിയിൽ അവരുടെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അവർ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തന്നെ പുറത്തെടുത്തു എന്ന് പറയാം. ചെൽസിനെ പോലെ ഒരു പ്രധാനപ്പെട്ട ടീം, ചെൽസിനെ പോലെ പ്രീമിയർ ലീഗിലെ തന്നെ ഏറ്റവും ഒരു ടോപ്പ് ടീമിനോട് ചാമ്പ്യൻഷിപ്പിൽ 6ാം സ്ഥാനത്തിരിക്കുന്ന റെക്സാം ചെൽസി ഈസി വോക്ക് ഓവർ ഉണ്ടാവുമെന്ന് വിചാരിച്ചൊരു കളിയായിരുന്നു ഇത്. അതിൽ എക്സ്ട്രാ ടൈം വരെ കൊണ്ടുപോയി ചെൽസിനെ വെള്ളം കുടിപ്പിച്ചിട്ടാണ് റെക്സാം തോറ്റത് എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാലൊക്കെ ചെൽസിയാണ് എവിടെയും മുൻതൂക്കം. 69% പൊസഷൻ ചെൽസിക്കായിരുന്നു, 31% റെക്സാമിനുണ്ടായിരുന്നത്. പാസുകളുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ചെൽസി ആയത്തിനടുത്ത് പാസുകൾ ചെയ്ത് 419 പാസുകളാണ് റെക്സാം കൈമാറിയത്. 91% പാസിന്റെ കൃത്യത ചെൽസി പ്ലേയേഴ്സ് 91% പാസിന്റെ ആക്യുറസി പുലർത്തിയപ്പോൾ 85% കൃത്യത പുലർത്തി റെക്സാമും വിട്ടുകൊടുത്തിട്ടില്ല. ഷോട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ ചെൽസി 19 ഷോട്ടുകൾ ഉതിർത്തപ്പോൾ റെക്സാം ഒട്ടും പിന്നിലായിരുന്നില്ല. റെക്സാം 17 ഷോട്ടുകൾ അവർ പോസ്റ്റിലേക്ക് തൊടുത്തിട്ടുണ്ട്. അപ്പൊ കളിയുടെ ഏത് സ്റ്റേജ് നോക്കിയാലും ചെൽസിയുടെ ഒപ്പത്തിനൊപ്പം നിൽക്കാവുന്ന ഒരു പെർഫോമൻസ് 2ാം ഡിവിഷനിലുള്ള ചാമ്പ്യൻഷിപ്പിലുള്ള റെക്സാം പുറത്തെടുത്തിട്ടുണ്ട്. 17 ഷോട്ടുകൾ കളിച്ചതിൽ അതിൽ 7 ഷോട്ടുകൾ 19 ഷോട്ടുകൾ ചെൽസി കളിച്ചതിൽ 7 എണ്ണം ചെൽസി ലക്ഷ്യം തൊട്ടപ്പോൾ റെക്സാമിന്റെ 6 ഷോട്ടുകൾ ലക്ഷ്യത്തിലെത്തിയിരുന്നു. അപ്പൊ ഈ കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ റെക്സാമും ചെൽസിയും ഒപ്പത്തിനൊപ്പം തന്നെയാണ്. പൊസഷനും പാസിന്റെ കാര്യത്തിലും മാത്രമേ റെക്സാം കുറച്ച് ഒരു പിന്നിലോട്ട് പോയിട്ടുള്ളൂ. പക്ഷെ കോർണർ കിക്കിന്റെ കാര്യത്തിൽ 9 കോർണർ കിക്കുകൾ റെക്സാമിന് അനുകൂലമായി ലഭിച്ചിട്ടുണ്ട്. 9 എണ്ണം. 9 എണ്ണത്തില് 9 കോർണർ കിക്കുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ചെൽസിക്കാണെങ്കിൽ ആകെ 4 കോർണർ കിക്കാണ് ലഭിച്ചത്. അപ്പം ഏത് മേഖലയിൽ നോക്കിയാലും, കളിയിലെ ഏത് മേഖലയിൽ നോക്കിയാലും ചെൽസിന്റെ ഒരു സ്റ്റാൻഡേർഡിൽ വെച്ച് നോക്കുമ്പോൾ ചെൽസിയെക്കാൾ ബെറ്റർ ആയിട്ട് തോന്നിയത് റെക്സാം തന്നെയാണ്. അപ്പം ഒന്നെങ്കിൽ ചെൽസിയുടെ പെർഫോമൻസ് മോശമായി, അല്ലെങ്കിൽ ചെൽസിയുടെ അതായത് ബാക്കപ്പ് നിൽക്കുന്ന ടീം, 2ാം നിര ടീം എന്ന് പറയാവുന്ന ഫസ്റ്റ് 11 ടീം അല്ല ചെൽസിയുടേത്. ആ 2ാം നിര ടീം എന്ന് പറയുന്ന ടീം ഒരു ചാമ്പ്യൻഷിപ്പ് ടീമിന്റെ ആ ഒരു സ്റ്റാൻഡേർഡേ ഉള്ളൂ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതൊരു മോശം എന്നല്ല പറയുന്നത്,
പക്ഷെ ചെൽസിക്ക് ഒന്നുകൂടെ ബെറ്റർ പെർഫോമൻസ് ബെറ്റർ പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു സാധ്യത അതിലുണ്ട്. കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ചെൽസി ടീം. കാരണം റെക്സാം എന്ന് പറയുന്നത് ചാമ്പ്യൻഷിപ്പിൽ തന്നെ ആറാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. ആ ടീമിനെതിരെ ഇങ്ങനൊരു പെർഫോമൻസ്, അതും ലാസ്റ്റ് നിമിഷം എക്സ്ട്രാ ടൈം വരെ കളിച്ചിട്ടാണ് ചെൽസി അവരെ 4-2 തോൽപ്പിച്ചത്. ഇൻ കേസ് ചെൽസി കളി തോറ്റിരുന്നെങ്കിൽ ചെൽസിക്ക് അതൊരു വലിയ നാണക്കേടാവുമായിരുന്നു. ഏതായാലും ചെൽസിക്ക് തോൽക്കാൻ മനസ്സിലായിരുന്നു. ചെൽസി നന്നായിട്ട് ഫൈറ്റ് ബാക്ക് ചെയ്ത് വിജയം പിടിച്ചെടുത്ത്. ഇനി അടുത്ത കളി ചെൽസിക്ക് കളിക്കാനുള്ളത് ചൊവ്വാഴ്ച PSG-ക്കെതിരെ ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൌട്ട് സ്റ്റേജിലാണ്. അപ്പൊ നല്ലൊരു മത്സരം കാണാൻ പറ്റും. ചെൽസിന്റെ പ്രധാന താരങ്ങൾക്കൊക്കെ ചെൽസി റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു മികച്ച മത്സരം പെസൈഡോ, പാൾമർ, എൻസോ ഫെർണാണ്ടസ്, അങ്ങനെ പ്രധാന താരങ്ങൾക്കെല്ലാം കുറെയൊക്കെ റെക്സാമിനെതിരെ അവസാന നിമിഷമാണ് കളത്തിലിറങ്ങിയത്. ജാവ പെട്രോ ഒക്കെ അവസാന നിമിഷമാണ് ഇറങ്ങിയത്. അപ്പൊ അവരൊക്കെ PSG-ക്കെതിരെ നല്ല മികച്ച കളി കളിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് റെസ്റ്റ് കൊടുത്തത് എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന സംഗതിയാണ്. ചാമ്പ്യൻസ് ലീഗിലാണ് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുക. FA കപ്പ് ഒരു കപ്പ് ഗെയിം ആയതുകൊണ്ടും ഒരു ഡൊമസ്റ്റിക് കപ്പ് ആയതുകൊണ്ടും അതിന് അത്രയും പ്രാധാന്യം കൊടുക്കാറില്ല പൊതുവെ എല്ലാ ടീമുകളും. അപ്പം വീണ്ടും അടുത്തൊരു മത്സരത്തിന്റെ റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.